സയൻസ് മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന +2 മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എല്ലാ വിദ്യാർത്ഥികളും മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും മോഡൽ എക്സാമിനേഷനേക്കാളും ഈസി ആയിരുന്നു ഇന്നത്തെ പബ്ലിക് എക്സാമിനേഷൻ എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മൾ നേരത്തെ ചെയ്ത റിവിഷൻ ക്ലാസ്സസ്, 1 ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഇതൊക്കെ കണ്ടു പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് സൂപ്പർ 10 ക്വസ്റ്റ്യൻസ്, അതിലെ പല ക്വസ്റ്റ്യൻസും അതുപോലെ ചോദിച്ചു. അതിനു മുന്നേ പബ്ലിഷ് ചെയ്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് 30 ക്വസ്റ്റ്യൻസ്, അതിലെ ഒത്തിരി ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിച്ചു. തീർച്ചയായും കുട്ടികൾ എക്സ്പെക്ട് ചെയ്ത, നമ്മൾ പ്രതീക്ഷിച്ച പല ക്വസ്റ്റ്യൻസും അതുപോലെ ഉണ്ടായിരുന്നു. എന്നാൽ 1-2 അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇന്റഗ്രൽ 0 to π/4 log 1 plus tan x dx equal to π/8 log 2 എന്ന് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അതിലൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇന്റഗ്രൽ 0 to π/4 പകരം ഇന്റഗ്രൽ 0 to -π/4 ആണ്. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ ആൻസർ അല്ല കിട്ടുന്നത്. സ്വാഭാവികമായും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് ഉറപ്പിച്ച് പറയാം. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 3 മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനാണ് സാധ്യത. സോ തീർച്ചയായും കിട്ടി മാർക്ക് 3 ഫ്രീ ആയി എന്ന് പറയാം. ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. സോ തീർച്ചയായും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഇവിടെ നടത്തുന്നത്. ആദ്യം ബയോളജി സയൻസ് വിദ്യാർത്ഥികളുടെ മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 6 വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പലരും ഇത് +1ന്റെ ക്വസ്റ്റ്യൻ ആണോ എന്ന് സംശയിച്ച് കാണും. +1 സിലബസുമായി ബന്ധപ്പെട്ട ഒരു ഫസ്റ്റ് പാർട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തു പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ എന്ന സെറ്റ് 1 2 3 4 5 6 defined by capital R equal to ordered by x, y such that y equal to 2x minus 1. റൈറ്റ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഇത്തരത്തിൽ നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. റോസ്റ്റർ ഫോം എന്നിട്ട് ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. അത് ഫസ്റ്റ് ഇയർ സിലബസ് ആണ്, പക്ഷെ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ സാധിക്കും. സോ ഇവിടുത്തെ ആൻസർ ക്യാപിറ്റൽ R ഈക്വൽ ടു റിലേഷൻ ഇൻ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എക്സിന് നിങ്ങൾ ആദ്യം 1 കൊടുത്താൽ y വാല്യൂ 1, സോ ഓർഡേർഡ് ബൈ 1,1. എക്സിന് 2 കൊടുത്താൽ y വാല്യൂ 3, സോ ഓർഡേർഡ് ബൈ 2,3. നെക്സ്റ്റ് എക്സിന് 3 കൊടുത്താൽ y വാല്യൂ 6 minus 1 5 എന്ന് കിട്ടും. സോ capital R equal to set ordered pair 1,1 2,3 3,5 which is the relation. x ന് 4 കൊടുത്താൽ y വാല്യൂ എന്ത് കിട്ടും? 8 minus 1 7. ആ 7 എന്ന് പറയുന്നത് ഗിവൻ സെറ്റിൽ എലമെന്റ് ആണോ? അല്ല. അതുകൊണ്ട് അത് എഴുതാൻ പറ്റത്തില്ല. 3 എലമെന്റ് ആണുള്ളത്, 1 1 2 3 3 5. സോ സ്വാഭാവികമായിട്ട് ഡൊമൈൻ എയിൽ നിന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ എയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ ഡൊമൈൻ ക്യാപിറ്റൽ എ, അതായത് സെറ്റ് 1 2 3 4 5 6. What is the range? Set of all images. ഇവിടെ ആരൊക്കെയാണ് ആൻസർ ആയിട്ട് വന്ന y വാല്യൂസ് ആരൊക്കെയാണ്? 1 3 5. സെറ്റ് 1, 3,5 which is the range of the relation. 2 മാർക്കാണ്. നെക്സ്റ്റ്, R is an equivalence relation. ഇത് ഇക്വാലൻസ് റിലേഷൻ ആണോ? ജസ്റ്റിഫൈ. ഇറ്റ് ഈസ് നോട്ട് എ ഇക്വാലൻസ് റിലേഷൻ. വൈ? എന്തുകൊണ്ട്? നമുക്കറിയാം എല്ലാ എലമെന്റിനും അതിനോട് ബന്ധമുണ്ടായിരിക്കണം. ഇവിടെ 1 1 ഉണ്ട്, എന്നാൽ 2,2 ഉണ്ടോ? ഇല്ല. 2,2 നോട്ട് ആൻ എലമെന്റ് ഇൻ ദ റിലേഷൻ. Therefore the relation is not reflexive. Hence it is not an equivalence relation. ഇക്വാലൻസ് റിലേഷൻ അല്ലാന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു കേസ് മതി. റിഫ്ലെക്സീവ് അല്ലെന്നോ സിമെട്രിക് അല്ലെന്നോ ട്രാൻസിറ്റീവ് അല്ലെന്നോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഞാനൊരു സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 2, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് s² - 5a + 7i = 0. s² എന്ന് പറഞ്ഞാൽ a × a മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എല്ലാം 0 കിട്ടുന്ന ഒരു മെട്രിക്സ് ആണ് ആൻസർ എന്ന് പ്രൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ ഒപ്പിച്ചെങ്കിലും കാണും എന്നാണ് എന്റെ വിശ്വാസം. നെക്സ്റ്റ്, question number 3, check the continuity of the function f of x equal to 2x plus 3 at x equal to 1. The function is continuous. കാരണം ലിമിറ്റ് extending to 1 f of x കാണുമ്പോൾ 5 കിട്ടും, f of 1 അതും 5 കിട്ടും. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ്. നെക്സ്റ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഡിസ്കസ് ചെയ്ത സൂപ്പർ 10 ക്വസ്റ്റ്യനിൽ സെയിം ക്വസ്റ്റ്യൻ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് x equal to 5 ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് k. ആൻസർ കിട്ടിയോ? k equal to നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ 9/5. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. കാൽക്കുലേറ്റർ കൊണ്ട് മാത്രം സ്കോർ ചെയ്യാൻ പറ്റും 3 മാർക്ക്. കയ്യിൽ കാൽക്കുലേറ്റർ ഇരുന്നാൽ പോരാ, ഉപയോഗിക്കാൻ അറിയണം. ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾക്ക് കിട്ടി മാർക്ക് 3. ഇതിലും ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി നിന്ന് ചോദിക്കാൻ പറ്റില്ല. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ എന്തിന്റെ വാല്യൂ ആണ് 1/2? 30 ഡിഗ്രി അല്ലെങ്കിൽ π/6. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 2 cos ബ്രാക്കറ്റിനകത്ത് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഓരോന്നായിട്ട് കാണുക. സൈൻ ഇൻവേഴ്സ് 1/2 അതിന്റെ വാല്യൂ 30. അപ്പോൾ 2 cos 60 1/2. സോ 2 × 1/2 1. ടാൻ ഇൻവേഴ്സ് 1 എല്ലാം കാൽക്കുലേറ്റർ കൊടുത്താൽ 45 ഡിഗ്രി എന്ന് കിട്ടും. π/4 അതാണ് ഫൈനൽ ആൻസർ. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ ആൻസറിലേക്ക് എത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. കണ്ടാൽ പഠിക്കുമെങ്കിലും സംഗതി സിമ്പിൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ ഇൻക്രീസിംഗ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ? സൈൻ എക്സ് വേവ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് അല്ല ഡിക്രീസിംഗ് അല്ല. കോസ് എക്സ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് അല്ല. -2x താഴോട്ട് ഡിക്രീസിംഗ് ആണ്. പിന്നെ ഇനി ആരാണ് ഇൻക്രീസിംഗ്? ലോഗ് എക്സ്. ക്ലിയർലി ലോഗ് എക്സ് ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. സോ 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ലോഗ് എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതെന്തായിരുന്നു? 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത അതിലൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f of x = x² - 4x + 6 ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടെക്സ്റ്റിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. 2x - 4 2x = 4 2x = 4. അപ്പൊ x = എന്താണ്? 2. -∞ മുതൽ 2 വരെ ഒരു നേച്ചർ, 2 മുതൽ ഇൻഫിനിറ്റി വരെ മറ്റൊരു നേച്ചർ. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്. നിങ്ങൾക്കറിയാം, ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചിന്തിച്ചാൽ എഴുതാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ, എന്നാൽ പല കുട്ടികളും തെറ്റിച്ചാണ്. If theta is the angle between two non-zero vectors a and b, then magnitude of a dot b equal to magnitude of a cross b, then theta equal to dash. a dot b എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് a into മാഗ്നിറ്റ്യൂഡ് ഓഫ് b cos തീറ്റ. എന്നാൽ a cross b എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് a into മാഗ്നിറ്റ്യൂഡ് ഓഫ് b എന്താണ്? സൈൻ തീറ്റ n ക്യാപ്. മാഗ്നിറ്റ്യൂഡ് രണ്ട് സൈഡും എടുക്കുമ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്തു. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ എന്ന് കിട്ടും. സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആകുന്നപ്പോഴാണ് തീറ്റ ഈക്വൽ ടു π/4 45 ഡിഗ്രി, വിച്ച് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ i - j on the vector b = i + j. ആൻസർ 0 എന്ന് കിട്ടും. കാരണം a dot b by magnitude of b അതാണ് ആൻസർ. a dot b ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്താണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. സോ പ്രൊജക്ഷൻ ആൻസർ 0. നെക്സ്റ്റ് വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ 10 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ 0.3, പ്രോബബിലിറ്റി ഓഫ് ബി 0.4. ഞാൻ ഇന്നലെ പറഞ്ഞത് പി ഓഫ് എ 1/4, പി ഓഫ് ബി 1/2. നമ്പർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ 3 പാർട്ടും അതുപോലെ ഞാൻ ചോദിച്ചിരുന്നു. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി മൾട്ടിപ്ലൈ ചെയ്യാം. 0.3 × 0.4 0.12. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി സിംപ്ലിഫൈ ചെയ്യുക, ഫോർമുല കൊടുത്ത് 0.58. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി പി ഓഫ് എ ആണ്, അല്ലെങ്കിൽ ഫോർമുല കൊടുത്താൽ മതി. ആൻസർ 0.3 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിലെ മറ്റൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ലോട്ട്സ് ഓഫ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇന്റഗ്രൽ -1 to 1 5x⁴ into √x⁵ + 1 dx. റൂട്ടിനകത്തിരിക്കുന്നതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. x⁵ + 1 u എന്നോ t എന്നോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ പല കുട്ടികളും ചിലപ്പോൾ പഠിക്കാതെ പോയി കാണും. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് 7 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 6 മതി. നമുക്ക് ആ സെക്ഷനിലെ 18 മാർക്കും സ്കോർ ചെയ്യാം. നെക്സ്റ്റ് 4 മാർക്സ് ക്വസ്റ്റ്യൻ. ഒന്ന് ചിന്തിക്കേണ്ട, ചെറിയതായിട്ട്, വളരെ ചെറുതായിട്ട് ചിന്തിക്കേണ്ട ഒരു പാർട്ടാണ്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ടു ഫോം എ റിഫ്ലെക്സീവ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് 4 elements? ഇപ്പൊ ക്യാപിറ്റൽ എ ഈക്വൽ ടു 4 എലമെന്റ് ഉണ്ട്. 1 2 3 4. ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റിഫ്ലെക്സീവ് റിലേഷൻ, അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കണം? 1 2 3 4. എല്ലാ എലമെന്റിനും അതിനോട് ബന്ധം ഉണ്ടാണ്ടേ? 1 1 2 2 3 3 4 4. ഈ 4 എലമെന്റ് മിനിമം ഉണ്ടായിരിക്കണം. സോ നമ്പർ ഓഫ് മിനിമം എലമെന്റ് എന്ന് പറയുന്ന ആൻസർ എന്താണ്? 4. കറക്റ്റ് കുത്തി കാണും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ f of x = x - 2/x - 3. ഇത്
1 ആണോ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിയില്ലെങ്കിൽ ഒപ്പിക്കെങ്കിൽ ചെയ്യണം. ഞാൻ അത് പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു. അത് 1 ആണ് എന്ന് കിട്ടും. അതുപോലെ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ലെറ്റ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കണ്ടിട്ട് സിംപ്ലിഫൈ ചെയ്ത് എക്സ് ഈക്വൽ ടു എന്താണോ കിട്ടുന്നത് അത് നമ്മുടെ ഈ ആദ്യത്തെ സെറ്റിനകത്ത് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് x equal to 3y minus 2 by y minus 1 clearly element of domain ആണെന്ന് കിട്ടും. Therefore the function is on 2. അപ്പോൾ അവിടെ ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ഫംഗ്ഷൻ 1 ആണ് 2 ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ചോദിക്കുകയും ചെയ്തു. തീർച്ചയായും നിങ്ങളത് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10, സിമ്പിൾ വൺ. If A is a skew symmetric matrix then A transpose equal to minus A. നെക്സ്റ്റ് നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ, പ്രെഡിക്ട് ചെയ്ത ക്വസ്റ്റ്യൻ, എല്ലാവരും പ്രെഡിക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ് കിട്ടിക്കാണും. ഈ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലെ ഏക അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. A wire of length 28 meter is to be cut into 2 pieces. Application of derivative maxima and minima second derivative test യൂസ് ചെയ്താനുള്ള ഒരു പ്രോബ്ലം അല്ലേ, ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം. തീർച്ചയായും പലരും ഇത് പഠിച്ചു കാണത്തില്ല. പക്ഷേ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. മാക്സിമ ആൻഡ് മിനിമ, ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ്, മോർ പ്രോബ്ലംസ്. പല കുട്ടികളും മോർ പ്രോബ്ലംസ് എന്ന് കണ്ട് പഠിച്ചു കാണത്തില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എന്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ കാണാൻ സാധിക്കും. അത് നോക്കുമ്പോൾ ആൻസർ കിട്ടും. അതൊരു ചെറിയ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടെയാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യനുമാണ്. നെക്സ്റ്റ്, റൈറ്റ് ഓർഡർ ആൻഡ് ഡിഗ്രി. തീർച്ചയായിട്ടും ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്? അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉള്ളതുകൊണ്ട് ഓർഡർ എന്താണ്? 2. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. സൈനിനകത്ത് dy by dx എന്നുണ്ട്, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. നെക്സ്റ്റ്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e റൈസ് ടു 2 log x എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. e റൈസ് ടു log x സ്ക്വയർ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x സ്ക്വയർ അതാണ് ഫൈനൽ ആൻസർ, അത് എഴുതിയാലും മാർക്ക് കിട്ടും. അവസാനം ആ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അതും ചിലരെങ്കിലും പഠിച്ചു കാണത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും A+ സ്കോർ ചെയ്യേണ്ട കുട്ടികൾ അത് പഠിച്ചു കാണും. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്, എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ട് പോയ ക്വസ്റ്റ്യൻ, നമ്മുടെ 30 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ പറഞ്ഞു. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് A + B, A - B. സിമ്പിൾ. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A + B and A - B. അപ്പൊ A + B ക്രോസ് A - B കാണുക. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ആവും. എന്താണ് യൂണിറ്റ് വെക്ടർ കാണുന്ന ഫോർമുല? A + B ക്രോസ് A - B ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. സോ ആൻസർ ഞാൻ മനസ്സിലാക്കുന്നത് -2i plus 4j minus 2k by √24. കിട്ടിയോ? √24 എങ്കിൽ കിട്ടി, മാർക്ക് 4. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, സെയിം ക്വസ്റ്റ്യൻ, നമ്മുടെ 30 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിൽ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. വെക്ടർ ഫോമിൽ തന്നിട്ടുണ്ട്. ആൻസർ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ആണ് കേട്ടോ. എക്സാമ്പിൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ ചോദിച്ചു. മോഡൽ എക്സാമിനേഷൻ അങ്ങനെയായിരുന്നു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് 10 by √59. കിട്ടിയോ? കിട്ടി എങ്കിൽ കിട്ടി, മാർക്ക് 4. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 15. ബേസ് തിയറത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞു. ഈ വർഷം വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഫാക്ടറി ബോൾട്ട് പെർസെന്റേജ് വരുന്ന ക്വസ്റ്റ്യൻ പഠിക്കണം എന്ന് പറഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് 30 ക്വസ്റ്റ്യൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ ചോദിച്ചു. പബ്ലിക് എക്സാമിനേഷൻ സെയിം ക്വസ്റ്റ്യൻ, നമ്പർ പോലും മാറിയിട്ടില്ല. സോ അത് നിങ്ങൾ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. അതിന്റെ ആൻസർ ചെയ്ത കുട്ടികൾക്ക് ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, വീണ്ടും അനദർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, ആൻസർ 28 by 69. ഡെസിമൽ എഴുതിയാലും മാർക്ക് കിട്ടും. നെക്സ്റ്റ്, ഫൈൻഡ് ഏരിയ ഓഫ് ദ എലിപ്സ് x² by 16 plus y² by 9 = 1. സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ് ഉറപ്പായിട്ട് അത് ചോദിക്കുമെന്ന് പറഞ്ഞു. എലിപ്സ് ചോദിച്ചു. ആൻസർ നിങ്ങൾക്ക് കിട്ടേണ്ടത് 12 പൈ എന്നാണ്. സോ തീർച്ചയായിട്ടും ഇവിടെയും ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് 7 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതിൽ 6 എഴുതുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ആർക്ക്? പഠിച്ച കുട്ടികൾക്ക്, സെലക്ട് ചെയ്ത കുട്ടികൾക്ക് സെലക്ട് ചെയ്ത മാർക്ക് തീർച്ചയായിട്ടും കിട്ടും, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന. നെക്സ്റ്റ്, എസ്എ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസത്തെ സൂപ്പർ 10 ക്വസ്റ്റ്യനിൽ സെയിം ക്വസ്റ്റ്യൻ നോക്കുക. അതേ നമ്പർ പോലും മാറിയിട്ടില്ല. ഫൈനൽ ആൻസർ x = 1, y = 2, z = 3. ഡിറ്റർമിനന്റ് -1 എല്ലാവർക്കും കിട്ടിക്കാണും. 6 മാർക്ക് കിട്ടി എന്ന് ഉറപ്പിക്കാം. നെക്സ്റ്റ്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ sin x plus cos y = x into y. ഫൈൻഡ് dy by dx. ഈച്ച് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. sin x ന്റെ ഡെറിവേറ്റീവ് cos x, cos y യുടെ -sin y into dy by dx ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x into dy by dx plus y into സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 1.
എന്നിട്ട് dy/dx കോമൺ ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് dy/dxന്റെ വാല്യൂ കാണുക. അടുത്തത് x ഈക്വൽ ടു a cos ക്യൂബിറ്റി y ഈക്വൽ ടു a sin ക്യൂബിറ്റി ഫൈൻഡ് dy/dx. ടെക്സ്റ്റിലെ മറ്റൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. ആൻസർ -tan t എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് y ഈക്വൽ ടു sin inverse x the whole square. Show that 1 - x square into second derivative minus x into dy/dx equal to 2. റിവിഷൻ ക്ലാസ്സിൽ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടുപഠിക്കൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. പല കുട്ടികളും അയ്യോ എന്റെ മാർക്ക് പോയി എന്ന് വിഷമിച്ച ഒരു പാർട്ടായിരിക്കും. അതിൽ ഫസ്റ്റ് പാർട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ടൈപ്പ് 8 ഉപയോഗിച്ച് ചെയ്യാം. px + q എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡിഗ്രി അതിന്റെ ആവശ്യമില്ല. പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് a/x - 2 പ്ലസ് b/x-3 എന്ന് ചെയ്യുമ്പോൾ ലോഗ് കോൺസ്റ്റന്റിന് ലോഗ് x-2 പ്ലസ് അനദർ കോൺസ്റ്റന്റിന്റെ ലോഗ് x-3 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ പോരാ, അറ്റംപ്റ്റ് ചെയ്താൽ കിട്ടി മാർക്ക് 3. ഫസ്റ്റ് പാർട്ട് ശരിയാക്കുകയും രണ്ടാമത്തെ പാർട്ട് എന്തെങ്കിലും എഴുതിയാൽ 3 മാർക്കും കിട്ടും. അവിടെ ഒരു -π/4 വന്നിട്ടുണ്ട്, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആകാനാണ് സാധ്യത. -π/4 ആണെങ്കിൽ ഈ ആൻസർ കിട്ടത്തില്ല. സോ ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് കിട്ടി മാർക്ക് 3 ഫ്രീ ആയി എന്ന് ഏകദേശം ഉറപ്പിക്കാം. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. എല്ലാ കുട്ടികളും ചെയ്ത് കാണും. മോഡൽ എക്സാമിനേഷൻ പോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, വളരെ സിമ്പിൾ ആണ്. ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ ചോദ്യകർത്താവ് ചെറിയൊരു കളി കളിച്ചിട്ടുണ്ട്. മാക്സിമൈസ് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി. കണ്ടീഷൻസ് എല്ലാം, കൺസ്ട്രെയിൻസ് എല്ലാം അതുപോലെ. അപ്പൊ ഗ്രാഫ് അതുപോലെ വരും, ആ വാല്യൂയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സോ വാല്യൂ എന്ന് പറയുന്നത് സൂചിപ്പിക്കാം. കോർണർ പോയിന്റ്സ് 0,0, 30,0, 20,30, ആ മിഡിൽ വരുന്നത് 20,30, then 0,50. So maximum value 1800 at the point 30,0. ടെക്സ്റ്റിലെ എക്സാമ്പിളിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാത്രം മാറ്റിയെന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ചിലപ്പോൾ കുറച്ച് ടഫാകാൻ സാധ്യതയുണ്ട് എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. മോഡൽ എക്സാമിനേഷൻ കുറച്ച് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ നിങ്ങളെ പേടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ല. സ്വാഭാവികമായിട്ട് 1-2 ക്വസ്റ്റ്യൻ അൺഎക്സ്പെക്ടഡ് ഉണ്ടാകും. അത് ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയില്ല. A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് മോർ ദാൻ A+ കിട്ടും. ചിലപ്പോൾ A+നേക്കാളും കൂടുതൽ പ്രതീക്ഷിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ആരും തോൽക്കാൻ സാധ്യതയില്ല. കാരണം സ്ഥിരം ചോദിക്കുന്ന എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് അതുപോലെയുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നൽകിയിരുന്നു. നിങ്ങൾക്ക് എക്സാമിനേഷന് ആ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും വീണ്ടും നമുക്ക് കാണാം വ്യത്യസ്തമായ ക്ലാസ്സുകളുമായി. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മാർക്ക് മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.